ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. വർഗീയതയെന്ന നെഞ്ചുകലക്കി രാജ്യത്ത് ഭരണം തുടരാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദാരിദ്ര്യരുടെ എണ്ണം പുറം ലോകം അറിയാതിരിക്കാൻ രാജ്യത്ത് കനേഷ്മാരി കണക്കെടുപ്പ് പോലും നടത്തുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിവിൽ സർവീസിന്റെ നിലനിൽപ്പിനായി ജോയിന്റ് കൗൺസിൽ നടത്തുന്ന സമരങ്ങൾ വിജയത്തിലെത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്റെ ചുമതല നേരത്തെ നിശ്ചയിച്ചിരുന്നത് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ്. സെക്രട്ടറി റിപ്പോർട്ട് മനസ്സിലാവും നിങ്ങളോട് അവതരിപ്പിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം സെക്രട്ടറിയെ കുറിച്ച് സെക്രട്ടറി രീതിയിൽ എന്തെങ്കിലും പറയാൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. നമുക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംഘടന ഇന്ന് ജീവനക്കാരുടെ ഇടയിൽ മറ്റ് ഏത് പ്രസ്ഥാനങ്ങളെക്കാളും ഏറ്റവും ഉറച്ച നിലപാട്. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എം എ അനൂപ് അധ്യക്ഷത വഹിച്ചു. സംഘം ജനറൽ കൺവീനർ ഇ പി സാജു സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഹുസൈൻ പതുവന പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ കെ ശ്രീജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. MPI ചെയർമാൻ ഇ കെ ശിവൻ, AIYF ജില്ലാ പ്രസിഡന്റ് പി കെ രാജേഷ്, CPI ജില്ലാ സെക്രട്ടറി ശാന്തമ്മ പയസ്, മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ സുഗതകുമാരി MS, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MC ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PA രാജീവ്, C അനീഷ്, SKM ബഷീർ, ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി MC ഷെയ്ല, അബു സി രഞ്ജി, സുഭാഷ് മാത്യു, സതീഷ് കുമാർ TS, G അരുൺകുമാർ, EP പ്രവീത, കൊച്ചുത്രസ്യ ജാൻസി എന്നിവർ സംസാരിച്ചു. സന്ധ്യ രാജി രക്തസാക്ഷി പ്രമേയവും സുഭാഷ് മാത്യു അനുശോചന പ്രമേയവും KP പോൾ നന്ദി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ TK നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.